മലപ്പുറത്ത് ഒരൊറ്റ ന്യൂനപക്ഷ സമുദായ അംഗത്തിന് പോലും സീറ്റ് കൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല എന്നതാണ്. കാരണം മലപ്പുറത്തെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. ഏതാണ്ട് 30% വരുന്ന ഒരു ജനവിഭാഗം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവിടെ 70% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ് ലീഗ് എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ മുഖം. കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളുമൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ അടിസ്ഥാനപരമായിട്ടൊരു മുസ്ലിം മത വർഗീയ പാർട്ടി തന്നെയാണ്. അവരുടെ ലക്ഷ്യം മുസ്ലിം മതത്തിൻ്റെ ഉന്നമനവും പിന്നെ സമുദായത്തിലെ ചില ഉന്നത പ്രമാണിമാരുടെ ഉന്നമനമൊക്കെയാണ്. ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാതെ ഞങ്ങൾ വലിയ മതേതര പാർട്ടിയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില നീക്കുപോക്കുകളെയൊക്കെയാണ് അവർ വിലയിരുത്തിയിട്ട് പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവർക്കും സീറ്റ് നൽകുന്നുണ്ടെന്നുള്ളത്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ പോലും ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ നിർത്താൻ, അതായത് മലപ്പുറത്തെ കാര്യമാണ് പറയുന്നത്, വീണ്ടും കഴിയാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ എങ്ങനെ നമുക്കൊരു മതേതര പാർട്ടിയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും?